പുത്തൻവേലിക്കര കർഷക സഹകരണ സംഘത്തിന്റെ 10ാമത് വാർഷിക പൊതുയോഗം സംഘം ഹാളിൽ നടന്നു. പറവൂർ താലൂക്ക് കാർഷിക ബാങ്ക് പ്രസിഡന്റ് പി ജോയ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻവേലിക്കര കർഷക സഹകരണ സംഘത്തിന്റെ 10ാമത് വാർഷിക പൊതുയോഗം സംഘം ഹാളിൽ നടന്നു. 2023-24 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റും അവതരിപ്പിച്ച് അംഗീകാരം നേടി. പറവൂർ താലൂക്ക് കാർഷിക ബാങ്ക് പ്രസിഡന്റ് പി ജോയ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് ഏതൊരു സഹകരണ ബാങ്കും വർഷാവർഷം പൊതുയോഗം കൂടി അതിന്റെ ലാഭം ഉണ്ടെന്ന് സഹകാരികളെ അറിയിച്ച് ആ ലാഭം വിഭജനം നടത്തുമ്പോഴാണ് നമ്മൾ ശക്തരാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ചിട്ടി വിളിച്ചു കൊണ്ടുപോയാൽ ആ ചിട്ടിപ്പണം കൃത്യമായി തിരിച്ചടത്തില്ലെങ്കിൽ അതും പ്രയാസമുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതാണ് സഹകരണ വകുപ്പ് മറ്റ് പദ്ധതികളുമായി ബാങ്കിന്റെ പ്രതിനിധികൾ ചെല്ലുമ്പോൾ സൂചിപ്പിച്ച കാര്യം. സംഘം പ്രസിഡന്റ് VS അനിക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമുക്ക് ഏതാണ്ട് 1209 അംഗങ്ങളാണ് ഈ പൊതുയോഗ കാലയളവിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളത്. അതുകൂടാതെ ഇപ്പൊ പുതുതായിട്ട് ഒരു 50 പേര് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അതിന് 1250ഓളം അംഗങ്ങളുള്ള ഒരു സംഘമായി നമ്മുടെ സംഘം വിപുലമായി കൊണ്ടിരിക്കുകയാണ്. കുന്നുകര പഞ്ചായത്തിന്റെ 2 വാർഡുകളും പുത്തൻവേലിക്കരയിലെ മുഴുവൻ വാർഡുകളും ഉൾപ്പെടുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും നമ്മുടെ ലോൺ കൊടുക്കലും അതുപോലെ തന്നെ പല മേഖലകളിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുവാനും എല്ലാം സംഘത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ സംഘത്തിന് ഏതാണ്ട് ഇപ്പോ 2 കോടിയിലധികം രൂപയുടെ ഡിപ്പോസിറ്റും അതോടൊപ്പം തന്നെ ലോണുകളും എല്ലാമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സഹകരണ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്കറിയാം. വായ്പാ തിരിച്ചടവ് കൃത്യമായി വരാത്തത് സംഘത്തിന്റെ ഒരു ന്യൂനത എന്ന രീതിയിൽ നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി സംഘത്തിന് സഹകരണ ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വസ്തുത സഹകാരികളുടെ മുമ്പിലേക്ക് വയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചെറിയ ഒരു സംഘമായിരുന്നിട്ട് പോലും ഒരു 40 ലക്ഷം രൂപയോളം കുടിശ്ശിക നമുക്ക് തിരിച്ചെടുക്കുവാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ന്യൂനതയായി സഹകരണ വകുപ്പ് നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഹോണററി സെക്രട്ടറി അജിത് പണിക്കാശ്ശേരി സ്വാഗതം പറഞ്ഞു. ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എങ്ങനെയാണോ ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ടത്, അത് പൂർണ്ണമായും തന്നെ അതിന്റെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ ചെറിയ സംഘം പാലിച്ചുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, സംഘം ഭരണസമിതി അംഗങ്ങളായ ഷീന സെബാസ്റ്റ്യൻ, MR സുരേഷ്, ഷാൻഡി ചലങ്കര, സാബു കൈതാരൻ, ലിജോ ജോർജ്, സ്മിത ജോയ്, സെജി സെബാസ്റ്റ്യൻ, അശ്വതി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘം ഏർപ്പെടുത്തിയ കർഷക മിത്ര അവാർഡ് കരീം, വിന്നർ ആനി പൗലോസ്, അബിത സബി, ചിൻസിയ അജി തുടങ്ങിയവർ ഏറ്റുവാങ്ങി. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു.